കിച്ചൺ ആണ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ക്രിസ്പി സ്ക്വിഡ് റിങ്സ് ആണ്. ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ചേർക്കാം, 1/4 കപ്പ് കോൺഫ്ലോർ, 1 കോഴിമുട്ട, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ കുരുമുളക് പൊടി. എരിവ് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി നമുക്കത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഒരു തിക്ക് കൺസിസ്റ്റൻസി അല്ല വേണ്ടത്, നമുക്കൊരു മീഡിയം കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഒരു മീഡിയം കൺസിസ്റ്റൻസി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 200 ഗ്രാം ക്ലീൻ ചെയ്ത് നല്ല ഊറ്റി വെച്ച് കൂന്തൽ ഇട്ട് കൊടുക്കാം. ഇത് നല്ല റൗണ്ട് ഷേപ്പ് ആയിട്ടാണ് നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്നത്. നന്നായിട്ട് വെള്ളം പിഴിഞ്ഞു കളഞ്ഞിട്ട് വേണം ഇടാനായിട്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം. ഇപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് പൊടിച്ചെടുക്കാം. സ്വീറ്റ് ബ്രെഡ് യൂസ് ചെയ്യരുത്, വൈറ്റ് ബ്രെഡ് വേണം യൂസ് ചെയ്യാൻ. നമ്മൾ സ്വീറ്റ് ബ്രെഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കൂന്തലിന് ചെറിയൊരു മധുരം ഉണ്ടാവും. ഇങ്ങനെ ഓരോന്ന് ബ്രെഡ് ക്രംസിൽ നല്ല കട്ടിയായിട്ട് നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. ഓരോന്നായിട്ട് വേണം കോട്ട് ചെയ്തെടുക്കാൻ. ഇപ്പൊ എല്ലാം നമ്മൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ മുറിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല കറക്റ്റ് ഷേപ്പ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നല്ല റൗണ്ട് ആയിട്ട് മുറിച്ചിരിക്കുന്നതുകൊണ്ട്. പാൻ ഇപ്പം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓരോ സ്ക്വിഡും നമുക്ക് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ചൂടായിട്ട് വേണം നമ്മൾ ഇത് ഓരോന്ന് ഇട്ട് കൊടുക്കാൻ. അത് കഴിഞ്ഞ് നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് ഇടണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും, ഉള്ളൊന്നും വേവില്ല. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സൈഡ് മൊരിഞ്ഞു വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിടാം. നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒരു വിഭവമാണിത്. അതധികം സ്പൈസി ഒന്നുമല്ല. നമുക്കിതൊരു സ്റ്റാർട്ടർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഈ സ്ക്വിഡ് റിങ്സ്. നല്ല ഒരു ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് സ്ക്വിഡിന്റെ. ഇപ്പൊ നമ്മളുടെ സ്ക്വിഡ് റിങ്സ് നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി അത് ഒന്ന് ഊറ്റി വെച്ച് മാറ്റി വെക്കാം. ഇപ്പൊ നമ്മളുടെ സ്ക്വിഡ് റിങ്സ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ഷേപ്പ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ നല്ല റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് നല്ല പെർഫെക്റ്റ് ഷേപ്പ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ക്രിസ്പി സ്ക്വിഡ് റിങ്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.